മാസപ്പടി കേസിൽ CMRLനും വീണ ടിക്കും നിർണായക ദിവസമാണിന്ന്. ED അന്വേഷണം തള്ളണമെന്ന CMRL അപ്പീലിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. അതിനിടെ കേസിലെ തുടർ നടപടികളെ ചർച്ച ചെയ്യാൻ EDയുടെ ഉന്നതതല യോഗം ഇന്ന് കൊച്ചിയിൽ ചേരും. ഡയറക്ടർ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു. വിഷ്ണു, വിവരങ്ങൾ. ഒരു 10:15 CMRL എക്സാലോജിക് ഇടപാടിൽ അന്വേഷണം തടയണമെന്ന് ED അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ട് CMRL നൽകിയിട്ടുള്ള അപ്പീൽ ഹർജിയിൽ വിധി വരും. ജസ്റ്റിസ് രാജാ വിജയരാഘവന്റെ ബെഞ്ചാണ് അപ്പീൽ വിധി പറയുന്നത്. CMRL ആകട്ടെ EDക്ക് ഈ കേസ് അന്വേഷിക്കാനുള്ള അധികാര പരിധിയില്ല എന്നും SFIO കംപ്ലൈന്റ് ഇല്ലാതെ SFIO റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രം EDക്ക് കേസെടുക്കാനാകില്ല തുടങ്ങിയ വാദങ്ങളൊക്കെയാണ് കോടതിയിൽ ഉന്നയിച്ചത്. ED ആകട്ടെ ഇതിൽ തുടരന്വേഷണം ആവശ്യമാണ്. PMLA ആക്ട് പ്രകാരമാണ് തങ്ങൾ കേസെടുത്തത്. ഇതിന്റെ അന്വേഷണം ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് 10:15 വിധി വരുന്നത്. അതിനിടയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി ആസ്ഥാനത്ത്, നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന കൊച്ചി ആസ്ഥാനത്തേക്ക് അല്പസമയത്തിനകം തന്നെ ഡയറക്ടർ രാഹുൽ നവീൻ എത്തും. ED ഡയറക്ടർ രാഹുൽ നവീൻ എത്തും. രാഹുൽ നവീന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരാൻ പോകുന്നു. അത് ഈ CMRL കേസും അതോടൊപ്പം തന്നെ ED അന്വേഷിക്കുന്ന മറ്റ് കേസുകളുടെയും ഒക്കെ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഒപ്പം കഴിഞ്ഞ ദിവസം ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്ക് നേരെ ഉണ്ടായ അതിക്രമം നമ്മൾ കണ്ടതാണ്. അതിൽ എന്ത് തുടർ നടപടി സ്വീകരിക്കണം എന്ന കാര്യം ചർച്ചയാകുന്ന ഒരു യോഗം കൂടിയാണ് നടക്കാൻ പോകുന്നത്. ആദ്യം ഉദ്യോഗസ്ഥ തലത്തിലെ യോഗം നടക്കും. അതിനുശേഷം EDയുടെ അഭിഭാഷകരുടെ യോഗം AST അടക്കമുള്ള ആളുകളോട് എത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു 12 മണിയോടുകൂടി അവരുടെ യോഗവും നടക്കും. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. മിനിറ്റുകൾക്കകം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വിധി വരും. ആ വിധി വരുന്നതിന് പിന്നാലെ തന്നെ ED ഈ CMRL കേസുമായി ബന്ധപ്പെട്ടുള്ള പോസിറ്റീവ് ആണെങ്കിൽ, അതായത് അന്വേഷണം തുടരാമെന്നാണ് പറയുന്നതെങ്കിൽ തുടർ നീക്കങ്ങളിലേക്ക് കടക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വീണ തൈക്കണ്ടി അടക്കമുള്ള ആളുകൾക്ക് നോട്ടീസ് നൽകാനുള്ള നടപടിയായിരിക്കും. ഓക്കെ വിഷ്ണു, EDയുടെ അധികാര പരിധിക്ക് പുറത്താണ് ഈ കേസ് എന്ന് CMRLന്റെ ഈ വാദഗതിക്ക് എന്തുമാത്രം നിയമസാധുതയുണ്ട്? ഇതേ വാദഗതി തന്നെയാണ് CMRL സിംഗിൾ ബെഞ്ചിന് മുമ്പാകെ ഉന്നയിച്ചത്. അതായത് EDയുടെ അധികാര പരിധിക്ക് പുറത്താണ്. SFIO ഈ കേസ് അന്വേഷിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ നേരത്തെ ഫൈൻ അടച്ച് പൂർത്തിയാക്കിയതാണ്. 2023 ഇതിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചതാണ്. അതിനുശേഷം ഇത്തരത്തിലൊരു അന്വേഷണത്തിന്റെ ആവശ്യമില്ല, അത് ഇരട്ട അന്വേഷണത്തിന് സമാനമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ CMRL ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത്. പക്ഷേ ആ ആരോപണങ്ങളൊന്നും തന്നെ കോടതി സിംഗിൾ ബെഞ്ച് പരിഗണിച്ചിരുന്നില്ല. ഇത് ഇരട്ട അന്വേഷണമല്ല, മറിച്ച് CBI ഇത് കമ്പനി ആക്ട് പ്രകാരമുള്ള അന്വേഷണമല്ല നടക്കുന്നത്. പകരം PMLA ആക്ട് പ്രകാരമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തുന്നത്. അതോടൊപ്പം തന്നെ SFIO കംപ്ലൈന്റ് ഉണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കേസെടുത്ത് അന്വേഷിക്കുന്നതിന് മറ്റ് തടസ്സങ്ങളില്ല എന്ന് സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ തവണ ഡിവിഷൻ ബെഞ്ചും CMRLനോട് ചില ചോദ്യം ചോദിച്ചു. അതായത് നിങ്ങൾക്ക് നിരപരാധിത്വം തെളിയിച്ചു കഴിഞ്ഞാൽ ക്ലീൻ ചീറ്റ് ലഭ്യമാകുമല്ലോ, പിന്നെ എന്തിനാണ് ആശങ്കപ്പെടുന്നത്, അല്ലെങ്കിൽ മറ്റു പ്രതിസന്ധികളൊന്നും ഉണ്ടാകില്ലല്ലോ എന്ന് CMRLനോട് ചോദിച്ചിരുന്നു. അതിന്റെ സാങ്കേതികത്വം അല്ലെങ്കിൽ അതിന്റെ നിയമപരമായ CMRL മുന്നോട്ട് വെക്കുന്നതിന്റെ നിയമപരമായ കാര്യങ്ങളിലൊക്കെ എത്രത്തോളം പ്രതിസന്ധി ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നതിന്റെ ആദ്യ സൂചനയെ അതിനെയൊക്കെ കണക്കാക്കാം എന്നാണ് ED അഭിഭാഷകർ പറയുന്നത്. ED വലിയ കോൺഫിഡൻസിലാണ്. കാരണം നേരത്തെ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് അവർക്ക് അനുകൂലമായിരുന്നു. അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ ഡിവിഷൻ ബെഞ്ചിലും CMRLനെ പ്രതിരോധിക്കാൻ വേണ്ടി മുന്നോട്ട് വെച്ചത്. അതായത് SFIO റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഈ എക്സാലോജിക് എന്ന കമ്പനിക്ക് CMRL നിന്ന് പണം പോയിട്ടുണ്ട്, സേവനങ്ങൾക്ക് പണം നൽകി എന്നാണ് CMRL പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത്തരത്തിലൊരു സേവനങ്ങളും നൽകിയതായി കണ്ടെത്താനായിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ചില ഫേവറുകളുടെ ഭാഗമായി നൽകിയ പണമാണ്. അത് നേരത്തെ, അതായത് ഈ ക്രൈമിൽപ്പെട്ട പണം 130 കോടി രൂപ പെരുപ്പിച്ച് കാണിച്ചു എന്നുള്ളതാണ് CMRLനെതിരെ ഉണ്ടായ ആക്ഷേപം. അതിൽ നിന്ന് നൽകിയിട്ടുള്ള പണമാണ്. അത് പ്രൊസീഡ്സ് ഓഫ് ക്രൈമിൽ വരും. അതുകൊണ്ട് ഞങ്ങൾക്ക് അന്വേഷിക്കാമെന്ന നിലപാടാണ് ED സ്വീകരിച്ചത്. അപ്പോൾ ഈ വാദങ്ങളൊക്കെ വിശദമായി കേട്ടിട്ടുണ്ട്. ED വലിയ പ്രതീക്ഷയിലാണ്, അന്വേഷണം തുടരാനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ED ഉള്ളത്. CMRL ആകട്ടെ തങ്ങൾ സിംഗിൾ ബെഞ്ചിന് മുമ്പാകെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് സിംഗിൾ ബെഞ്ച് കാര്യമായി കേട്ടില്ല. സ്വാഭാവികമായ നീതി നിഷേധം ഉണ്ടായി. പക്ഷേ ഡിവിഷൻ ബെഞ്ചിലേക്ക് വരുമ്പോൾ തങ്ങളെ പൂർണ്ണമായി കേട്ടു. അതായത് അന്നേ ദിവസം തന്നെ പൂർണ്ണമായി വാദം കേട്ടു. പക്ഷേ സ്റ്റേ വേണമെന്നാവശ്യപ്പെട്ടെങ്കിലും സ്റ്റേ നൽകിയില്ല. അന്നേ ദിവസം പൂർണ്ണമായി വാദം കേട്ടു. ആ വാദത്തിൽ തങ്ങൾക്ക് പറയാനുള്ള പരമാവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നും ഡിവിഷൻ ബെഞ്ച് അതിൽ കൺവിൻസ്ഡ് ആയി എന്ന പ്രതീക്ഷയിലാണ് CMRL ഉള്ളത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ നമുക്കറിയാം കോടതി എന്ത് തീരുമാനമാണ് എടുത്തിട്ടുള്ളതെന്ന്. ജസ്റ്റിസ് രാജാ വിജയരാഘവൻ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജിന്മേൽ വിധി പറയാൻ പോകുന്നത്. 10:15 ഏറ്റവും ആദ്യത്തെ ഐറ്റമായി തന്നെ ഇതിന്റെ വിധി പുറത്തേക്ക് വരും. വിധി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അടിയന്തരമായി തന്നെ ഉന്നതതല യോഗത്തിൽ എന്ത് നടപടിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ടെന്ന കാര്യത്തിൽ തീരുമാനം വരും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വീണ തൈക്കണ്ടി അടക്കമുള്ള ആളുകൾക്ക് നോട്ടീസ് നൽകുന്ന നടപടിയായിരിക്കും പോസിറ്റീവ് ആണെങ്കിൽ.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.